അസ്സലാമലൈക്കും. അസൂസ് മിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ചെടികളെ പറ്റിയുള്ള വീഡിയോ തന്നെയാണ്. ഞാൻ ചെടികളുടെ ഇടയിൽ ഇങ്ങനെ ഓരോ ചെടി ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കൂട് കണ്ടു. ഞാൻ മുമ്പ് ഇതുപോലത്തെ കൂടെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിനെല്ലാം എവിടെയെങ്കിലും ഒരു ഹോൾസ് ഉണ്ടാവും. പക്ഷെ ഇതിനൊന്നും ഒരു ഹോൾസും കാണുന്നുണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം അതെന്താണെന്ന്. ഇതുപോലെ ഞാൻ ഒരു ഹാങ്ങിങ് പ്ലാന്റ്സിന് ഇങ്ങനെ നോക്കുമ്പോൾ ഇത് കുറേ കട്ട് ചെയ്ത് വേറെ പോട്ടിലേക്ക് മാറ്റിയ അതിൻ്റെ ബാക്കി ഇല്ല ഒരു മദർ പ്ലാന്റാണിത്. അപ്പോൾ അതിൻ്റെ ഒത്ത് ഇങ്ങനെ പൊന്തിച്ച് നോക്കുമ്പോൾ ഒരു കൂട് കണ്ടു. അപ്പോൾ വേറൊരു ചെടിക്കൊത്തും ഇതുപോലെ ഉണ്ടായിട്ടുണ്ടായിന്. പക്ഷെ അത് ഞാൻ നോക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഇത് പിന്നെ ഇതിന് മുമ്പേ കണ്ടതാണ്. പക്ഷെ അത് കാണുന്ന സമയത്തെന്ന് വെച്ചാൽ അവർ കൂട് കെട്ടി അത് മുട്ട വിരിഞ്ഞിട്ടെല്ലാം പോയതാണ്. അതെന്താ ഉണ്ടായതെന്ന് അറിയില്ല. അതിൻ്റെ ബാക്കി ഭാഗം മാത്രമേ അവിടെ കാണുന്നുണ്ടായിട്ടുള്ളൂ. പിന്നെ ഇത് നമുക്ക് മറ്റേ ആദ്യം കണ്ടത് നമുക്ക് നോക്കാം. അതൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഞാൻ. ഇതാ നോക്കിയ ഒരു ഹോൾസോ എവിടെയും ഒരു ഹോൾസോ ഒന്നും കാണുന്നുണ്ടായിട്ടില്ല. അപ്പോൾ അത് എനിക്ക് തോന്നി അതൊന്ന് പൊട്ടിച്ച് നോക്കാമെന്ന്. അപ്പോൾ ഞാനത് എടുത്തിട്ടൊന്ന് നിലത്തേക്കൊന്ന് തട്ടി ഒന്ന് പൊട്ടിക്കാന്ന് വെച്ചു. അപ്പോൾ ഇതൊരു അത്ഭുതം തന്നെയാണ്. എന്തെങ്കിലും കൂട് കിട്ടുന്ന സമയത്തെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരു ഹോൾസ് കാണും. പക്ഷേ ഇതിന് യാതൊരു ഹോൾസോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനിതൊന്ന് പൊട്ടിക്കുക അതിൻ്റെ ഒത്ത് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നോക്കി. അപ്പോൾ ആ നിലത്തിട്ട് പൊട്ടിച്ച സമയത്ത് ഒരു ഞാൻ തന്നെ നെട്ടിപ്പോയി അത് കണ്ടിട്ട്. നല്ല അടിപൊളി വിഷമുള്ള സാധനമാണ്. എന്താണ് എട്ടുകാലി, ഈ വണ്ണാൻ, സ്പൈഡർ എന്നെല്ലാം പറയുന്നത്. വണ്ണാൻ എന്ന് പറയും, എട്ടുകാലി എന്ന് പറയും. അതുപോലത്തെ ഒരു അതന്നെ നല്ല വിഷമുള്ളൊരു ഐറ്റംസാണ്. അത് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകും. സാധാ പിന്നെ എട്ടുകാലിയൊന്നുമല്ല. അപ്പോൾ ഇത് ചെടി ഇപ്പോൾ എല്ലാ വീട്ടിലും ചെടിനെ സ്നേഹിക്കാത്ത ആരുമില്ല. അപ്പോൾ നിങ്ങളെല്ലാം ഇത് ശ്രദ്ധിക്കണം ചെടികളുടെ ഇടയിൽ കൈയിടുമ്പോഴല്ലോ. പിന്നെ ഇനി നമുക്ക് അടുത്തതൊന്ന് നോക്കാം. ഇത് എൻ്റെ മോൻ്റെ ഒരു പൈസ ഇടാനുണ്ടായ ഭണ്ഡാരാണ്. അത് പൊട്ടിച്ച സമയത്ത് ഞാൻ അതിൻ്റെ ഒത്ത് കട്ടിൽ കഴിഞ്ഞ് എടുത്ത് നട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒത്ത് ഇതുപോലൊരു കൂട് കാണാനിടയായി. അപ്പോൾ അതിന് നല്ലൊരു ഹോൾസ് മേലെ നല്ലൊരു ഹോൾസ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒത്ത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആ ചെടീൻ്റെ അറ്റത്തുനിന്ന് നമുക്കൊന്ന് അതിൻ്റെ മേലെ നിന്നിട്ടൊന്ന് അത് ആ പീസൊന്ന് മുറിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം അതിലൊക്കെ എന്താണെന്ന്. ടൈമൊന്ന് വീണ് പോയി. അപ്പോൾ അത് നോക്കുമ്പോൾ അതിൽ ഒന്ന് പൊട്ടിച്ച് നോക്കുക. സൈഡൊന്ന് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് നിലത്തൊന്ന് തട്ടിയിട്ടൊന്ന് പൊട്ടിച്ച് നോക്കാം. അത് ഞാൻ എന്നിട്ട് നിലത്ത് തട്ടി അത് ഒന്ന് പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിലൊന്നുമില്ല സാധനം. അതിലൊക്കെ മുട്ട തൊലിച്ച് പോയിട്ടുണ്ട്. കൂട് മാത്രമേ ബാക്കി ഉണ്ടായിട്ടുള്ളൂ. പിന്നെ എനിക്ക് ഏറ്റവും വിഷമമുണ്ടായ ഒരു കാര്യമാണ് ഇത് ഈ ഒരു ചെടി പാപ്പിനിശ്ശേരി കണ്ടേരെ വാങ്ങിയ ചെടിയാണ്. നല്ല റേറ്റുണ്ട്. അപ്പോൾ നല്ല ഫ്ലവറിലെ ചെടിയാണ്. ഇതിപ്പോൾ രണ്ടാമതൊന്ന് വാങ്ങിയതാണ്. അപ്പോൾ ആദ്യം വാങ്ങിയത് ഒന്നുണ്ടായിരുന്നു. ആദ്യം വാങ്ങിയതിൻ്റെ അവസ്ഥ ആയതില്ല. ഈ ഫസ്റ്റ് വാങ്ങിയതാണിത്. അപ്പോൾ ആ ചെടിൻ്റെ അവസ്ഥ കാണണമെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരാം. അതിൻ്റെ ഇലയെല്ലാം പോയി. ഒരു സൈസ് പുഴു എന്ന് വെച്ചാൽ എല്ലാ ഇലക്കും കൂടുതൽ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ രണ്ടെണ്ണം വാങ്ങിയിട്ട് വയ്യ ആദ്യം വാങ്ങിയത് പോയി. ഇതുപോലെ ഇലയിലിങ്ങനെ കൂമ്പിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു പുഴുവാണ് കാണാനിടയായത്. അപ്പോൾ ഞാനിത് കുറേ പൊട്ടിച്ചിട്ടുണ്ടായിന്. ഇലയെല്ലാം ഈ 2 ദിവസം മുമ്പെല്ലാം പൊട്ടിച്ചിട്ട് അതിനെ ക്ലിയർ ചെയ്തിട്ടെല്ലാം വെച്ചതാണ്. അപ്പോൾ വീണ്ടും നോക്കിയപ്പോൾ അതിൽ വീണ്ടും അതുപോലെ തന്നെ കാണാനിടയായി. ഇങ്ങനെ സംഭവിക്കുന്നതിന് ആർക്കെങ്കിലും ഇതിനൊരു മരുന്ന് പറഞ്ഞു തരാൻ കഴിയുമെങ്കിൽ ഇത് കാണുന്നവർ ഒന്ന് അറിയിക്കുന്നതായിരുന്നു. പിന്നെ പുകയില കഷായം തന്നെ പുകയിലയും മറ്റൊന്നാണ് സോപ്പും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു വെള്ളമാക്കിയിട്ട് അങ്ങനെ തളിച്ചു കൊടുക്കാമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇനി ചെയ്ത് നോക്കണം. ഇത് ഞാൻ പുഴുവിനെ ശരിക്കും ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്നിടത്തോളം ആ ചെടി അങ്ങനെ നശിച്ചു പോയിരുന്നു. അത്രയ്ക്ക് നല്ല ഭംഗി കണ്ടിട്ട് വാങ്ങിയത്. ഇതിങ്ങനെ വള്ളി പോലെ ഇങ്ങനെ പടർത്തി വരുന്ന ചെടിയാണിത്. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കിയാൽ ഈ ചെടി ഈ ഇലൻ്റെ ഉള്ളിൽ അപ്പോൾ കാണുന്നുണ്ടോയെന്നറിയില്ല. അത് ഞാൻ ശരിക്കും കാണിച്ചു തരാം.
ഇതുപോലെ ഒരു പച്ച കളർ പുഴുവാന്ന് അതിലുണ്ടായത്. ഇതുപോലെ അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഇങ്ങനത്തെ സാധനം പേടിയാന്ന്. അപ്പോൾ ആ ചെടി മൊത്തത്തിലാണ് അത് ഏതായാലും നന്നാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിന് ഒരു മരുന്നുണ്ടെങ്കിൽ പറഞ്ഞു തരണം ആരെങ്കിലും. ഇതിൻ്റെ ഫ്ലവറിൽ കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തി ഓടുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.